BMW-ന്റെയും അതിന്റെ ഇടയ്ക്ക് പാർക്ക് ചെയ്യണം. ചെല്ല്. എനിക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട്. ഉണ്ട്. ഇങ്ങനെ ഫ്രണ്ട് നോക്കിക്കൊണ്ട് പാർക്ക് ചെയ്ത ഇങ്ങനെ ഒളിഞ്ഞു നോക്കാതെ. അവനെ ഞാൻ അടപ്പിച്ചോളാം ഡോർ. പാർക്ക് ചെയ്യും, വണ്ടി പാർക്ക് ചെയ്യും. ഫ്രണ്ട് നോക്കി തിരിഞ്ഞ് അകത്ത് കയറ്റ്. അതെങ്ങനെ തിരിച്ചറിയാം? ഈ വണ്ടി അല്ല മോളെ, ഇത് കണ്ട നമ്മുടെ വണ്ടി എങ്ങോട്ടാ ഓടുന്നത്? നമുക്ക് എവിടെയാ പാർക്ക് ചെയ്യേണ്ടത്? നമ്മൾ റോഡാണെങ്കിൽ എങ്ങനെയാ തിരിഞ്ഞു പോണത്? അതുപോലെ ഒന്നും അതിനകത്തോട്ട് കയറ്റിക്കാൻ. അല്ല, ഈ വണ്ടി കയറാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട്. ആദ്യം അവിടെ വരെ എത്തിക്കും, എന്നിട്ടല്ലേ ഫ്രണ്ടിലേ നോക്കാവുള്ളൂ. റൈറ്റിലേക്ക് നോക്കരുത്. ഇനി ഇത് കറങ്ങി അകത്ത് കയറുമോന്നാ നമുക്ക് അറിയേണ്ടത്. കണ്ടാ ഇങ്ങനെ ചെല്ലുമ്പോ ഇവിടെ ഗ്യാപ്പ് വരും. ഇവിടെ ഗ്യാപ്പ് വരുന്ന കണ്ട. അപ്പൊ എന്ത് ചെയ്യണം? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അത് തന്നെ ഫില്ല് ചെയ്യും. കണ്ടാ? ഓക്കെ. ഇനി ഇവിടെ സ്ഥലം കുറയാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടുന്ന് അകത്തണം. കയറി ചെല്ല്. കണ്ട ഇവിടുത്തെ സ്ഥലം കുറയുന്ന കണ്ട. അപ്പൊ ഒന്ന് അകത്തണം. തപ്പി ചെയ്താൽ മതി, തിരിച്ച് തീർക്കരുത്. ഇപ്പൊ ആരാ ചെയ്തത്? എങ്ങോട്ടാ ലെവൽ ചെയ്തിട്ടുണ്ട്? നിർത്തിയിട്ട് ആലോചിക്കും എങ്ങനെ ഇടണം വണ്ടി. ഇനി ഇങ്ങനെ കാത്തോട്ട് കയറി എങ്ങോട്ടായിരിക്കും പോകാൻ പോണത്? ഏ സൈഡാ ചേർന്ന് നിക്കുന്നത്? ഫ്രണ്ട് ഇപ്പൊ എങ്ങോട്ടാ ചേർന്ന് നിക്കുന്നത്? അപ്പൊ നമ്മള് ഫ്രണ്ട് ഓടിയാ അങ്ങോട്ടല്ലേ വണ്ടി പോവുള്ളൂ. നേരെ ആക്കി കൊടുക്കും. ഇനി പതുക്കെ മുന്നോട്ട് കയറി നോക്ക്. തല ഇട്ട് നോക്കരുത്. നേരെ ഇരി. അവിടെ ഇടിച്ചാ BMW പെയിന്റ് ചെയ്യേണ്ടി വന്നാ നിക്കട്ടെ. ആ മിറർ ലെവലിൽ നിർത്തി വെച്ചാ മതി. ഒന്നുകൂടെ കറങ്ങിട്ട് ഒന്നുകൂടെ ഒന്ന് കയറും അതിനകത്ത്. ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് കറങ്ങി വന്നതിനകത്തോടെ ഒന്നുകൂടെ കയറും. അപ്പോഴത്തേക്ക് ഈ വണ്ടിയിലെ കഴിയുന്ന അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് വിടും. അതിനെ അതായിട്ട് ഒളിഞ്ഞു നോക്കരുത്. മുന്നിൽ നോക്ക്. തിരിഞ്ഞു പോവാ. പിന്നെന്തിനാ മിററും അതൊക്കെ നോക്കിയിരിക്കുന്നത്? ആവശ്യത്തിന് സമയം എടുത്ത് ചെയ്താൽ മതി. BMW ഉണ്ടല്ലോ അവിടെ വേണ്ട, അപ്പുറത്ത് കൊണ്ടിടാന്ന്. നേരെ ആക്കിയോ. ഇതിലേ കൂടെ പോയി. ഇത്ര വിശാലമായിട്ട് പറമ്പ് കിടക്കുന്നു. ഇതിനടക്കില്ല. അല്ല, അവിടെ വണ്ടിയുണ്ട്. അതെ, അതിനിടക്കിട്ട് രണ്ട് വണ്ടിയുടെ ഇടയിൽ വെള്ള വണ്ടിയുടെ ഇടയിൽ ഫ്രണ്ട് ഓടിച്ച്. റിവേഴ്സ് ഒന്നും വേണ്ട എനിക്ക്. ഫ്രണ്ട് ഓടിച്ച് അതിനകത്ത് കയറ്റിയിടും. എടുത്തിട്. സ്കൂട്ടി വരെ പോകണ്ട. അതിനകത്തോട്ടൊന്ന് കയറ്റി തന്നാ മതി. ഫ്രണ്ടൊന്ന് തിരിച്ച് തീർക്കരുത്. മുന്നിൽ സ്ഥലം ഉള്ളത്രയും കാലം അത് ഫില്ല് ചെയ്ത് അകത്ത് കയറി വന്നാ മതി. അവിടെ കുറയുമ്പോ മാക്സിമം തിരിച്ചിങ്ങോട്ട് അകത്തേക്ക് വേണം. ആരെ വാ. അങ്ങനെ അങ്ങോട്ട് കയറ്റിയിടും. സ്കൂട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് തിരിച്ചിടാൻ പറ്റും. സ്കൂട്ടി ഇല്ലായിരുന്നെങ്കിൽ എങ്ങോട്ട് കയറ്റിയിടാൻ പറ്റും? ഇങ്ങോട്ടാണോ വരണ്ട അങ്ങോട്ടാണോ പോണ്ടെന്ന് പറഞ്ഞു തന്നാ മതി. ഉറപ്പല്ലേ? അപ്പൊ മാക്സിമം ഒന്ന് ഇങ്ങോട്ട് തിരിച്ചാ ഇനിയിപ്പോ അതൊക്കെ വിട്ടു കൊടുക്കും. സ്കൂട്ടി ഒന്ന് മാറുന്നുണ്ടോ നോക്ക്. ഇല്ല, തട്ടുന്ന എപ്പോഴാ? അതിന്റെ ഹാൻഡിൽ കാണാലോ, ആ ഭാഗം കാണാലോ. ഒരു ഇച്ചിരൂടെ മുന്നോട്ട് കയറ്റി വെച്ചോടും. മതി. കണ്ടോ? വീല് സ്ട്രൈറ്റ് ആക്കി വെക്കും. അയാള് പോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ബാക്കിലേക്ക് മിറർ നോക്കി പുറത്തിറക്കും വണ്ടി. ഇങ്ങോട്ടാ എനിക്ക് ഇറക്കണ്ടത്. അല്ല, ബാക്ക് ഇങ്ങോട്ട് കിട്ടണം. പടപടാന്ന് വാ. വരട്ടെ. നിക്കട്ടെ. അങ്ങോട്ട് പോട്ടെ. അതേ BMW. അതാ പിള്ളേരെ വണ്ടി ദുബായിലല്ലേ, സേഫ്റ്റി ഓഫീസർ അല്ലേ. ഒരു മാസം നമ്മളിവിടെ പെയിന്റ് ചെയ്യാൻ കൊടുക്കും. ഇതിങ്ങനെ എറിഞ്ഞു കൊടുക്കും മുഖത്തേക്ക്. എന്നിട്ട് പറയണം പോയി പെയിന്റ് ചെയ്യടാന്ന് പറയണം. ബ്ലാക്ക് മാറ്റി വൈറ്റ് ആക്കാൻ പറയണം. ഇനി പോട്ടെ. അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് നോക്കി ഇരിക്കരുത്, മുന്നോട്ട് നോക്കി കൊണ്ടുപോകും. ഇപ്പോഴും അങ്ങോട്ട് നോക്കുന്നുണ്ട. ഇത്രയും പറമ്പ് കിടപ്പുണ്ട്. തിരിഞ്ഞു വാ. തിരിക്ക്. അങ്ങനെ അകന്ന് വന്ന് അങ്ങോട്ടണ്ട. അത് എളുപ്പപ്പണിയായി പോകും മോളെ. എനിക്കിങ്ങനെ അടുത്തൂടെ വന്നിട്ട് കൊണ്ടു കിട്ടു തന്നാ മതി. അവന്മാരെന്തേലും ചെയ്തോട്ടെ മോളെ. അതിനകത്ത് വണ്ടി പാർക്ക് ചെയ്ത് തന്നാ മതി. ഇല്ലാന്ന് തിരിഞ്ഞങ്ങോട്ട് കയറിക്ക്. ഇൻഡിക്കേറ്റർ ഇട്ടെ. നോക്കി അകത്ത് കയറിക്ക.
ആദ്യമേ തന്നെ തിരിച്ച് തീർക്കരുത്. നമുക്ക് ഇവിടെ ഇങ്ങനെ കേറുന്ന എൻട്രൻസ് തട്ട് കിട്ടാതെ മോള് കയറ്റി വയ്ക്കുക. ഇതിനെ നോക്കിയാൽ മതി. ഇവിടെ ഗ്യാപ്പ് ഉള്ളത്രയും കാലം ഇങ്ങോട്ട് അഴകത്ത് വണ്ടിയെ കിട്ടിയാ. ഇവിടെ സ്ഥലം കുറയുമ്പോഴേ ഇനി ഇവിടുന്ന് അകലം എടുക്കാവുള്ളൂ. വീണ്ടും വന്നാ ഇനി ഇറങ്ങി ലെഫ്റ്റ് എടുത്തു പോകും. ലെഫ്റ്റിലേക്ക് ഇറങ്ങ്. വാ ലെഫ്റ്റിലേക്ക് ഇറങ്ങ്. ഫ്രണ്ടില് സമയമുണ്ടല്ലോ, വേണ്ട അത് നോക്കി തിരിച്ച് തീർത്താൽ മതി. നേരെ ആക്കിയോ. ഇത് സഫാരിയുടെ അതിന്റെ ഇടയിൽ കൂടെ പുറത്തേക്ക്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങ്. ഫ്രണ്ട് നോക്കി തിരിച്ച് കൊണ്ടുപോവാ. അവിടെ സ്ഥലം കുറയുന്നതനുസരിച്ച് കൂടുതൽ തിരിവ് കൊടുക്കണം. അപ്പൊ ഇവിടെ ഇങ്ങോട്ടേക്ക് അടുക്കാൻ തുടങ്ങും. രാവിലെ പോയിക്കോട്ടെ. ഇനി അവിടെ സ്ഥലം വീഴുമ്പോ അങ്ങോട്ടേക്ക് നേരെ ആക്കി കൊടുക്കും. കിട്ടിയാ റൈറ്റ്. കൂടിയ ഒരു വണ്ടി ഉണ്ടോ നോക്കട്ടെ. ഇതുപോലെ പേടി അതാണല്ല. നേരെ ആക്കിയോ. നേരെ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ കയറ്റിയിട്. റൈറ്റ് തിരിച്ചിട്. പടപടാൻ തിരി. പെട്ട കിടക്കട്ടെ, നിക്കട്ടെ. വണ്ടി നേരെയാണ്. ഒരു സെക്കൻഡ് മുന്നേ വണ്ടി നേരെ ആയായിരുന്നു, അറിഞ്ഞില്ല. അവിടെ നോക്കി ഇരുന്നത് കൊണ്ടാ. കണ്ട ചരിഞ്ഞു പോയി. നേരെ അമ്മ നിർത്ത്. ആയാ വീല് നേരെയാക്ക്. അതിനെ അങ്ങോട്ട് എത്തി നോക്കരുതെന്ന് പറഞ്ഞ് കിട്ടിയ. നമ്മളൊരു ഒന്ന് ചരിച്ചിട്ടാ വേറൊരാളുടെ അവസരമാണ് പോണ. വണ്ടി ഇടാനുള്ള അയാളുടെ ചാൻസാ പോയത്. ബാക്കിലേക്കോ പുറത്തിറക്കും വണ്ടി. ലെഫ്റ്റിലേക്ക് ഇറക്കും. ബാക്ക് ലെഫ്റ്റിലേക്ക് ഇറക്ക്. ബാക്ക് ലെഫ്റ്റിലേക്ക് ഇറക്ക്. ഇങ്ങോട്ടേക്ക് മിറർ നോക്കണേ. റൈറ്റ് മിറർ അല്ല, ലെഫ്റ്റ് മിററാ നോക്കണ്ടേ. ലെഫ്റ്റിലേക്കാ വണ്ടി തിരിയുന്നത്. നേരെ ബാക്കും ലെഫ്റ്റും. റൈറ്റും ഇടയ്ക്കിടയ്ക്ക് നിർത്തി നോക്കിക്കോണം. അവിടെ നിൽക്കട്ടെ. ഡ്രൈവ് ഇട്. ഫ്രണ്ടോട്ട് പോകും. ആലപ്പുഴ വണ്ടി കണ്ടോ? ഇവിടെ നിർത്തും. എനിക്കൊന്ന് റിവേഴ്സ് എടുത്ത് ഇവിടെ ഒന്ന് ഇട്ട് തരുമോ? എച്ചെന്ന് എഴുതിയിരിക്കുന്നുണ്ടാ, അതിനകത്തൊന്ന് ഇട്ട് തന്നാൽ മതി. ഓക്കെ, അതെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നീങ്ങുന്നത് കുറയ്ക്ക്. നീങ്ങുമ്പോ വണ്ടി പിന്നെ പോയിക്കൊണ്ടിരിക്കുക ബാക്കോട്ട്. കണ്ടാ, ചെയ്തതെല്ലാം ശരിയാ, പക്ഷെ ആ മൂവ്മെന്റ് എടുത്തത് കൊണ്ടാ പറ്റിപ്പോയത്. ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യവും ഡ്രൈവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൈക്ക് സ്പീഡൊന്നും ഇല്ല. വീല് നേരെയാക്കി ജസ്റ്റ് ഒന്ന് മുന്നോട്ട്. ആ വണ്ടി കാണുന്ന അത്രയും അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കാതെ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുക്ക്. ആ വണ്ടി കാണുന്നിടത്ത് നിർത്ത്. കാണാവാ? ഒരുപാട് സ്ഥലം ഉണ്ടോ അതോ ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മാക്സിമം അതിനോട് ചേർന്ന് വേണം നമുക്ക് കയറി വരാൻ. റിവേഴ്സ് ഇട്. എന്നിട്ട് ആ വണ്ടിയോട് അകന്നു പോകുന്നതോറും നമ്മൾ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. മാക്സിമം ചേർന്ന് കയറാകത്തേക്ക്. അതിനെന്ത് ചെയ്യണം? കണ്ട, ഇപ്പോഴും നീങ്ങാനാ ശ്രമിച്ചത്. അയച്ചിട്ട് ബെൻഡ് കൊടുക്ക്. എന്നിട്ട് അനങ്ങി നോക്ക്, ഇതിനോട് ചേർന്ന് വരുന്നുണ്ടോ നോക്ക്. വരുന്നില്ലെങ്കിൽ കൂടുതൽ അടുപ്പിക്കും. എങ്കിലേ നമുക്ക് അവിടെ വരാൻ പറ്റുള്ളൂ. ഈ മിററിൽ തന്നെ നോക്കി, ഈ കാറിനെ തട്ടുവോ ഇല്ലെന്ന് അറിയേണ്ടത്. ഇവിടെ ലെവലാവുമ്പോ നിർത്തുക വേണം വണ്ടി. അവിടെ സ്ട്രൈറ്റ് ആയാ നിർത്ത്. ഇവിടെ നോക്ക്, സ്ട്രൈറ്റ് ആയോ നോക്ക്. ആയാ? ഉറപ്പാണ്? അതോ ഇച്ചിരി വരാനുണ്ടോ? ഇങ്ങനെ തന്നെ പിടിച്ചു. ഒരു ഇച്ചിരി കൂടെ പുറകോട്ട് കൊണ്ടുവന്ന് നിർത്ത്. ഇപ്പോഴല്ലേ കറക്റ്റ് ആയത്? നേരത്തെ ആ കാറ് കാണുന്നില്ല, അതിങ്ങനെ വൈഡ് ആയിട്ടായിരുന്നു ഇന്ന് നമ്മുടെ ബാക്ക്. ഇപ്പൊ നോക്കി, ആ കാറും നമ്മുടെ കാറും ഇങ്ങനെ പാരലായി. ഇപ്പഴാ വണ്ടി നേരെ ആയത്. ഇനി വീല് നേരെയാക്കി എടുക്കും. ഇനി ബാക്കോട്ട് ഇറങ്ങി കിടക്കുക. എവിടം വരെ പോകാൻ പറ്റും ബാക്ക്? അത്രേ ഉള്ളൂ. ആ കാറ് മറിഞ്ഞപ്പോഴത്തേക്ക് അത് നിർത്തി വെച്ചേക്ക്.
ഇപ്പൊ നമ്മളത് അവരെ ബോണറ്റിന്റെ അതേ അവരുടെ ബമ്പറിന്റെ ഒപ്പം നിൽക്കുക നമ്മുടെ ബാക്ക്. ഇനി അതും അല്ലെങ്കിൽ ഇച്ചിരി ബാക്കോട്ട് ഇറക്കി ഇട്ടോട്. ആ നിക്കട്ടെ. അതെ ഈ കാറിന്റെ ഈ പില്ലർ കണ്ട, ആ കാറിന്റെ ആ പില്ലർ ഒരേപോലെ ആക്കി വെച്ചു കൊടുത്താൽ മതി. ഓക്കെ ആണോ? ഡ്രൈവ് അടുത്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. പോട്ടെ. ആ അങ്ങോട്ട് പോട്ടെ. എന്തിനാ അകലോട് ഇത്ര സ്ഥലമുണ്ട്. തിരിഞ്ഞ് ധൈര്യമായിട്ട് ഇറങ്ങി നേരെ ആക്കി പോട്ടെ. ഓൾട്ടോ കാർ കിടക്കുന്നുണ്ട് അതിന്റെ ഇപ്പുറത്ത്. അതുപോലെ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ആ ചുവന്ന ആ ചെല്ല് ഏ സൈഡിൽ കൂടെ ഓടിച്ചു പോണം. അപ്പൊ ആ സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടി വേണമെങ്കിലല്ല ഇൻഡിക്കേറ്റർ ഇട്ടോ. ആ സൈഡിൽ കൂടെ ഓടിച്ചേല്. ഇനി സമയമുണ്ട് വേണ്ട. ഇനി സമയമുണ്ട്. അകലം കൂടുതൽ എടുക്കരുത് ഒരുപാട്. ജസ്റ്റ് അതേ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ നേരെ ആക്കിയിടണം വണ്ടിയെ. കഴുത്ത് നീണ്ടു പോകും കേട്ടാ. വരട്ടെ കണ്ട, ഇതേന്ന് മാറി വരട്ടെ. ഇപ്പൊ മാറി നിർത്ത്. ഇനി വണ്ടി നേരെ ആക്കി വെക്ക്. ഇനി നേരെ ഓടാവുള്ളൂ. ആ കാറിനെ കാണാനും പറ്റണം. ആ ഗ്ലാസ്സിൽ കൂടെ കാണാവാ. ഇപ്പളാ നിർത്ത്. ആ മതി. റിവേഴ്സ് ഇട്. ഓടുന്നതിനേക്കാൾ അതിന് നിയർ ആയിട്ട് നമുക്ക് അകത്ത് കയറണം. ആ വണ്ടിയെ മുട്ടാതെ പതുക്കെ കൈകാര്യം ചെയ്യും. ആദ്യമേ തിരിച്ച് തീർക്കാൻ നിൽക്കരുത്. ആവശ്യത്തിന് തിരിവ് കൊടുക്കാവുള്ളൂ. നോക്ക്. അകന്ന് പോവാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? കൂടുതൽ തിരിവ് കൊടുത്ത് അടുപ്പിക്കണം. അടുക്കുകയാണെന്ന് തോന്നിയാൽ അകലം എടുത്തോണം. അതുപോലെ തട്ടില്ലെന്ന് ഉറപ്പുണ്ടെ ഫുള്ള് തിരിച്ചോണം. കിട്ടിയാ? പാരലായോ? അതെന്തുകൊണ്ടാ? എവിടെ നോക്കി ഇരുന്നോണ്ടാ? ഇപ്പായാ? അപ്പൊ ഫ്രണ്ട് എടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്ക വണ്ടിയെ. എന്ന് റിവേഴ്സ് അങ്ങോട്ട് ചേർത്തിടണം. അകലം നോക്കി. ഒരുപാട് അകലത്തിലല്ലേ നിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എങ്ങനെ എന്ത് ചെയ്യും പറ. എനിക്ക് അതിനോട് ചേർത്തിടണം വണ്ടി. അങ്ങനെ തിരിച്ചിട്ട് നീങ്ങുമ്പോ വീതി കുറയാൻ തുടങ്ങും. വേണ്ടത്രയും വീതി ആകുമ്പോ ഒന്ന് നിർത്തിയേക്കണം. ആ നിർത്ത്. എന്നിട്ട് ആ കാറിനെ തട്ടാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും. ഇനി രണ്ടിനെയും കൂടെ നേരെ ആവുമ്പോ നിർത്ത്. ആയാ? അപ്പൊ നിർത്ത്. എന്നിട്ട് എന്ത് ചെയ്യണം? തിരിച്ചത് നേരെയാക്കി കൊടുക്കും. വീല് മതി. ഡ്രൈവ് എന്തിനാ? റിവേഴ്സ് തന്നെ അല്ലേ? ബാക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. കറക്റ്റ് ആയിട്ടാണ് അകത്ത് കയറുന്നതെന്ന്. കണ്ടാ? ആ രണ്ട് പില്ലർ ഒരുപോലെ വരുമ്പോ നിർത്തിയേക്ക്. എന്നാ ബാക്കും നോക്കിക്കോണം. ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പില്ലർ നോക്കി പോരുത്. അതേൽ ഇടിക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. കിട്ടിയാ? ഡ്രൈവ് ഇട്. BMW ഇടിക്കാതെ അവിടെ നിന്ന് റിവേഴ്സ് കയറ്റിയിട്. ആ വണ്ടിയുടെ ഇടയിൽ. കമോൺ. എന്തിന് അങ്ങനെ ചെയ്യണ്ട. നേരെ ആക്കിപ്പോ. ഇല്ല പോട്ടെ. ഇട്ടാൽ ആ കാർ ഞാൻ മാറ്റിക്കും. നേരെ ആക്കിയോ. അങ്ങോട്ട് പോയിട്ട് അതെ. എനിക്ക് ഉറക്കം വന്നിരിക്കുകയാണ് ഇത്ര നേരം. ഞാൻ വണ്ടി നേരെ കിട്ടും നമുക്ക്. അപ്പൊ ഒന്ന് നിർത്താവുള്ളൂ. വേണ്ട. കറങ്ങി ഇങ്ങനെ നേരെ കിട്ടുമ്പോ നിർത്തും. കിട്ടിയില്ല. ഒരിച്ചിലൂടെ ഇപ്പൊ കിട്ടി. കണ്ട? ഇനി വീല് നേരെ ആക്കി വെക്ക്. മതി. അതിൽ കാണാവോ നോക്കാം വണ്ടിയെ. ഇല്ല. അപ്പൊ ഇച്ചിലൂടെ മുന്നോട്ട് പോകും. ഇപ്പൊ കാണാവാ? അപ്പൊ നിർത്ത്. ആ ഗ്ലാസ് ഒന്ന് താഴ്ത്തി. വണ്ടി കിടക്കുന്ന കൂടുതൽ തിരിവ്
കണ്ടാ ഇങ്ങനെ നോക്കും കയറി വരുന്നതാ വഴിയിലേക്ക്. ഡെയിലി വേണം സ്ക്രീനിനെ വേണം നോക്കിയിട്ട് നേരെ ഡാൻസ് കാണാൻ പറ്റും. ആ വഴിയിലേക്ക് അതിനൊരു അടയാളമായിട്ട് തന്നെ ആവശ്യം മൂലയ്ക്ക് ആ മൂലയ്ക്ക് കണ്ടല്ലോ. ഇവിടെ വിശാലമായിട്ട് സ്ഥലം കിടക്കില്ലേ? വിശാലമായിട്ട് സ്ഥലം കിടക്കില്ലേ? നമുക്ക് ഇവിടെ തന്നെ ഒരു പോയി കിട്ടി. അപ്പോൾ നോക്കട്ടെ ഇവിടെ നോക്കട്ടെ. അത് വെറുതെ നോക്കിക്കാം. പതുക്കെ പതുക്കെ അവിടെ അയാൾ നോക്കണം. അയാൾ കണ്ടാതെ ഇത് ഈ സൈഡ് നോക്കും. കറക്റ്റായിട്ട് ആ ലൈനിലേക്കാണോ പോകണമെന്ന് നോക്കും. കൃത്യമല്ലേ? ഇനി രണ്ട് സൈഡിൽ കാഴ്ചയില്ലേ? നേരെ പറഞ്ഞ കാഴ്ചയുള്ള മതിൽ എവിടം വരെ വരാൻ പറ്റും നമുക്ക്? അത് എത്രയും നമുക്ക് നിർത്തിക്കോ. ആ ചോദ്യം മതി മുട്ടുന്ന ഒരു ഏകദേശം അവരെ അത് എത്തിക്കാൻ നോക്കാം. എന്തായാലും മുന്നേ നിർത്തിക്കോണം. ഇച്ചിരി മാറി കൊടുക്കണം. പതുക്കെ പതുക്കെ വരട്ടെ. വാ കുറച്ചുകൂടെ വാ. ആ ചുവപ്പ് മുട്ടാറായ മതിലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇല്ല, അത് ഫുൾ മതിലായതുകൊണ്ടാണ് മാർക്കിങ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ ഇതിലേക്കൂടെ നോക്കി ആ നീളം നോക്കി ഇനിയും വരാൻ സ്ഥലമില്ലേ നോക്കി. ഇല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇച്ചിരി കൂടെ ബാക്കിലേക്ക് കൊണ്ടു. അതെ, ഞാൻ നിൽക്കാൻ വേണമെങ്കിൽ ഇവിടെ മിററിൽ നോക്കും. മിററിൽ നോക്കും. ആ കിട്ടിയാ? സൗണ്ട് കേട്ടാ? കേൾക്കുന്നവരെ പുറത്ത് വരും. ഡ്രൈവ് ഈ കാറിന് ഇപ്പുറത്ത് വർക്ക് ചെയ്ത അപ്പൊ ഫ്രണ്ട് എടുത്ത് ഏത് സൈഡിൽ കൂടെ പോകണമെന്ന് അറിയാം. അതൊക്കെ മാറ്റണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് വർക്ക് ചെയ്താൽ മതി. അമ്പു ലെഫ്റ്റ് വേണമെങ്കിൽ കുറച്ച് തിരിച്ച് ബാക്ക് ഇപ്പുറത്തോട്ട് വരത്തില്ല. ആ ഐഡിയ കൂടെ പറഞ്ഞോളൂ. റിവേഴ്സിലായിരുന്നു പകരം നമ്മൾ ഡ്രൈവ് വയ്ക്കും. എങ്ങോട്ടാണോ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഫുള്ള് തിരിച്ചേക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നീങ്ങിക്കാൻ മതി മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158
ഇപ്പം അതേന്ന് മാറും. കണ്ട അതിപ്പം നീങ്ങി നോക്കും. അതേന്ന് മാറുമ്പോൾ തോന്നിയാൽ നേരെ കിട്ടിയാ ഇല്ല വന്നിട്ടില്ല. കിട്ടിയാ ജസ്റ്റ് ഒന്ന് മുന്നോട്ട് മിററിൽ നോക്കും. മിററിൽ ഇങ്ങനെ തന്നെ പിടിച്ചു സ്റ്റിയറിംഗ് വിടരുത്. ഇപ്പം കണ്ട ആ ചെടിക്ക് നേരെയാണ് നിൽക്കുന്നത്, ആ സാധനത്തിന് നേരെ അപ്പം അതൊക്കെ ഒന്ന് പുറകോട്ട് പോകാം. അവിടെ മാറി അവിടെ ഒരു വര നമുക്ക് കാണാൻ പറ്റും. അതേന്ന് മാറി വണ്ടി നേരെയാണെന്ന് അവിടെ അറിയാൻ പറ്റും. കണ്ട അതേന്ന് മാറി അവിടെ താഴത്തെ വര ഇപ്പം കാണാൻ പറ്റും. ഇച്ചിരൂടെ ഇപ്പോൾ വരയ്ക്ക് നേരെയാണ്. കണ്ട ഇപ്പോഴും വരയ്ക്ക് നേരെയാണ്. ഒരു ഇച്ചിരൂടെ മാറിയാൽ വരയെന്ന് മാറും. മാറി കണ്ട ഇപ്പോഴാണ് വണ്ടി നേരെയാണ്. ബ്രേക്ക്